നല്ല മഴയാണ് പുറത്തൊക്കെ അല്ലേ. അപ്പോൾ ഈ മഴയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെന്റൻസുകളൊക്കെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ നോക്കി പോയാലോ. ആദ്യത്തേത് ചാറ്റൽ മഴയാണ്, ഇപ്പൊ തന്നെ നിന്നോളും. എങ്ങനെ പറയും? ഇറ്റ്സ് ജസ്റ്റ് എ ലൈറ്റ് ഡ്രിസിൽ. ഇറ്റ്സ് ജസ്റ്റ് എ ലൈറ്റ് ഡ്രിസിൽ. ഡ്രിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റൽ മഴേനെയാണ് നമ്മൾ തുള്ളി തുള്ളിയായിട്ട് പെയ്യില്ലേ, അതിനെയാണ് നമ്മൾ ഡ്രിസിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം, ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രിസിൽ. ഇതൊരു ചാറ്റൽ മഴയാണ്. ഇറ്റ് വിൽ സ്റ്റോപ്പ് സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ തന്നെ നിന്നുകൊള്ളും, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ നിൽക്കും. ഭാവിനെ പറ്റിയിട്ടായതുകൊണ്ടാണ് ഞാനിവിടെ വില്ല് ചേർക്കുന്നത്. ആദ്യം പറയുകയാണ്, ഇതൊന്നും കാണാപ്പാടം പഠിക്കരുത്, ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചു പോകാട്ടോ. കാരണം സെന്റൻസുകളൊക്കെ കാണാപ്പാടം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. സോ ഇറ്റ് വിൽ സ്റ്റോപ്പ് സൂൺ എന്ന് പറയുന്നത്, ഇറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മഴ ഒരു മനുഷ്യരല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സോ ഇറ്റ് വിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരും അല്ലെ, തീരുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുക, കഴിയുക എന്നുള്ള അർത്ഥം. സോ മഴ ഇപ്പോൾ തീരും. ഇറ്റ് വിൽ സ്റ്റോപ്പ് സൂൺ. സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്. സോ ക്ലിയർ ആണല്ലോ. ഇനി സെക്കൻഡ് സെന്റൻസ്, നല്ല ഇടിമഴയുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെ പറയും? ഇറ്റ്സ് റെയിനിങ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ബി കെയർഫുൾ. എങ്ങനെ പറയാ? ഇറ്റ്സ് റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്നത്. എന്തുമായിട്ടാ? വിത്ത്. ഓക്കെ, വിത്ത് എന്ന് പറയുമ്പോൾ ആയി എന്നുള്ള അർത്ഥം. അതായത് ഇടിമിന്നലും ഇടിമിന്നലും മറ്റേ ഈ മിന്നലും ഇടി വെട്ടില്ലേ, ആ സംഭവം, മറ്റേ സൗണ്ട് അത്. അപ്പോൾ ഇറ്റ്സ് റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുകയാണ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിമുഴക്കത്തോട് കൂടിയിട്ടും ഇടിമിന്നലോട് കൂടിയിട്ടും. അപ്പോൾ ആയി എന്നുള്ളൊരു അർത്ഥത്തിന് വേണ്ടിയിട്ട്, പ്രിപ്പോസിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വിത്ത് എന്ന് യൂസ് ചെയ്യണത് കേട്ടോ. അതായത് മഴ പെയ്യുന്നത് അത് കൂടിയിട്ടാണ് എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വിത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. വിത്ത് എന്നുള്ള പ്രിപ്പോസിഷൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയി എന്നാണ് ഇവിടെ വരുന്നത്. സോ ഇറ്റ്സ് റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുകയാണ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. തണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമുഴക്കം, ലൈറ്റ്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നൽ. സോ വിത്ത് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ, ബി കെയർഫുൾ. കെയർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. സോ ബി കെയർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേന്നാണേ. മൂന്നാമത്തെ സെന്റൻസ്, ബേ ഓഫ് ബംഗാളിലെ ഒരു ന്യൂനമർദ്ദം വന്നിട്ടുണ്ട്. എങ്ങനെ പറയും? എ ലോ പ്രഷർ ഏരിയ ഹാസ് ഫോംഡ് ഇൻ ബേ ഓഫ് ബംഗാൾ. എങ്ങനെ പറയാ? ലോ പ്രഷർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനമർദ്ദത്തിനെയാണ് നമ്മൾ ലോ പ്രഷർ ഏരിയ എന്ന് പറയുന്നത്. ഹാസ് ഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഫോം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ഹാസ് ഫോംഡ് ഉണ്ടായിട്ടുണ്ട്. എവിടെ? ഇൻ ദി ബേ ഓഫ് ബംഗാൾ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, കേരളം മൊത്താകെ കഠിന മഴയ്ക്ക് സാധ്യതയുണ്ട്. എങ്ങനെ പറയും? There's a possibility for heavy rain all over Kerala. There's a possibility for heavy rain all over Kerala. All over Kerala എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒട്ടാകെ അല്ലേ. ഹെവി റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ മഴ. പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത. സോ there is a possibility, സാധ്യതയുണ്ട്. എന്തിന്? For the heavy rain, കഠിനമായ മഴക്ക്. എവിടെ? ഓൾ ഓവർ കേരള. അതായത് കേരളം ഒട്ടാകെ. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. ഓക്കെ, സോ ഓൾ ഓവർ കേരള. നെക്സ്റ്റ്, കടലിലേക്കൊന്നും പോകരുതേ, കടൽക്ഷോഭം ഉണ്ടാവുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? ഡോണ്ട് ഗോ ടു ദി ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിലേക്ക് പോകരുത്. എന്തുകൊണ്ട്? there was a news, ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. there was a news about എന്തിനെ പറ്റിയിട്ട്? പോസിബിലിറ്റി ഫോർ എ സീ സർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽക്ഷോഭത്തിനെയാണ് നമ്മൾ സീ സർജ് എന്ന് പറയുന്നത് കേട്ടോ. സോ there was a news about a possibility for the sea surge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ ക്ഷോഭത്തിന് ഒരു സാധ്യതയുണ്ട് എന്നൊരു വാർത്തയുണ്ടായിരുന്നു എന്നാണ്. സോ don't go to the beach now. നല്ല മഴയാണ്, അതുകൊണ്ട് യാത്രയൊക്കെ ദുഷ്കരമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ പറയും? ഇറ്റ്സ് റെയിനിങ്, മഴയാണ്. സോ ട്രാവലിംഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്. ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര. മൈറ്റ് ബി എന്ന് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ആയിരിക്കും എന്നാ പറയണം. നമുക്ക് ഉറപ്പൊന്നുമില്ല, മഴയാണ് എന്ന് വിചാരിച്ചിട്ട് യാത്ര അങ്ങനെ ഉറപ്പായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മൈറ്റ് ബി എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് എന്നാ പറയാം? ഇറ്റ്സ് റെയിനിങ്, മഴയാണ്. സോ ട്രാവലിംഗ്
മൈറ്റ് ബി ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ദുഷ്കരം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളത്. സോ ഇറ്റ്സ് റെയിനിങ്, സോ ട്രാവലിംഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്. ഓക്കെ, ഒരു മരം വീണിട്ടുണ്ട്, റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ പറയും? A tree has fallen and blocked the road. Okay, a tree has fallen. ഈ fallen എന്ന് ചേർത്തിരിക്കുന്നത് V3 ഫോം ചേർത്തിരിക്കുന്നത് അവിടെ ഹാസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. സോ a tree has fallen, മരം വീണിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്തിട്ടുള്ളത്? ബ്ലോക്ക് ആയിട്ടുണ്ട്. സോ ആൻഡ് ബ്ലോക്ക്ഡ്, എവിടെയാ ബ്ലോക്ക് ആയിട്ടുള്ളത്? റോഡാണ്. സോ ദ റോഡ്, എ ട്രീ ഹാസ് ഫോളൻ ആൻഡ് ബ്ലോക്ക് ദി റോഡ്. റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. സോ വാട്ട് ഡു വി ഡു നൗ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ക്ലിയർ ആണല്ലോ. അപ്പം ഇങ്ങനെ തന്നെ ഓരോ അർത്ഥങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്കിത് ഓട്ടോമാറ്റിക്കലി പറയാൻ കിട്ടില്ല. അത് കാണാതെ നിങ്ങൾ പഠിച്ചു നോക്കി, ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. സോ ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം മനസ്സിലാക്കി അതെങ്ങനെ അത് വന്നു എന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇനിയും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത സെൻറ്റൻസ്, നല്ല ഇടിമിന്നലും ഒക്കെ ഉണ്ട് കേട്ടോ, പുറത്ത് പോയി നിൽക്കരുത്. എങ്ങനെ പറയാ? There is heavy thunder and lightning, so don't stand in open areas. ഓപ്പൺ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന സ്ഥലങ്ങളിൽ. don't stand എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കരുത്. സോ don't stand in open areas എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഏരിയാസ്, പുറത്തുള്ള സ്ഥലങ്ങളിലൊന്നും പോയി നിൽക്കരുത്. There is heavy thunder and lightning. thunder എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം, lightning എന്ന് പറഞ്ഞാൽ മിന്നൽ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ there is heavy thunder and lightning. നല്ല ഇടിമിന്നലൊക്കെ ഉണ്ട്. സോ don't stand in open areas. ഓപ്പൺ ഏരിയാസിൽ പോയിട്ട് നിൽക്കരുത്. don't stand. കൊതുക് ശല്യം വല്ലാതെ കൂടിയിട്ടുണ്ട്. എങ്ങനെയാ പറയാ? ഈ കൊതുക് ശല്യത്തിനുണ്ടല്ലോ മോസ്കിറ്റോ ന്യൂസൻസ് എന്ന് പറയാം. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കായിരിക്കും അല്ലേ? എനിക്കും അത് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. മോസ്കിറ്റോ ന്യൂസൻസ് എന്നാണ് നമ്മൾ കൊതുക് ശല്യത്തിനെ നമ്മൾ പറയുന്നത് കേട്ടോ. സോ ദി മോസ്കിറ്റോ ന്യൂസൻസ് ഹാസ് ഇൻക്രീസ്ഡ് എ ലോട്ട്. ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയിട്ടുണ്ട്. എ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്. സോ ദി മോസ്കിറ്റോ ന്യൂസൻസ് ഹാസ് ഇൻക്രീസ് എ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുക് ശല്യം വല്ലാതെ കൂടിയിട്ടുണ്ടെന്നാണ്. 3 ദിവസമായിട്ട് മഴ നിർത്താതെ പെയ്യാണ് കേട്ടോ. എങ്ങനെ പറയും? It has been raining continuously for 3 days. Okay, it has been എന്ന് ചേർക്കുന്നത് കുറച്ച് മുന്നേ തുടങ്ങിയതും ആ സംഭവം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഹാസ് ബീൻ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യണത് എന്ന് പഴയ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ പുതിയതായിട്ടൊന്ന് സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. കാരണം ഗ്രാമർ അല്ല ഞാൻ പഠിപ്പിക്കുന്നത്, സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് ഗ്രാമർ പഠിച്ചതിന് ശേഷം മാത്രം ഇത് നോക്കാൻ പാടുള്ളൂ കേട്ടോ. സോ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട്, ഒരു റെസ്റ്റ് പോലും ഇല്ലാണ്ട് തുടർച്ചയായിട്ട്. എത്ര ദിവസം? 3 ദിവസം. അപ്പോൾ 3 ദിവസം ആയിട്ട് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് for ആണ്. സോ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് കണ്ടിന്യൂസ്ലി ഫോർ 3 days now. ഓക്കെ, 3 ദിവസമായിട്ട് മഴ ഇങ്ങനെ നിർത്താതെ പെയ്യാതാണ് കേട്ടോ. മഴയായിട്ടേ എൻ്റെ തുണികളൊന്നും ഉണങ്ങണില്ല. എങ്ങനെ പറയും? ബിക്കോസ് ഓഫ് ദിസ് റെയിൻ. ഈ മഴ കാരണം എന്ന് പറയാനാണ് നമ്മൾ അവിടെ ബിക്കോസ് എന്ന് യൂസ് ചെയ്യുന്നത്. സോ ബിക്കോസ് ഓഫ് ദിസ് റെയിൻ, ഈ മഴ കാരണം മൈ ക്ലോത്ത്സ് ആർ കംപ്ലീറ്റ്ലി വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞത്. ഓക്കെ, മൈ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വസ്ത്രങ്ങൾ. മൈ ക്ലോത്ത്സ് ആർ കംപ്ലീറ്റ്. ആർന്ന് ചേർക്കുന്നത് ക്ലോത്ത്സ് പറഞ്ഞാൽ ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓരോ വാക്കുകളും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്. സെൻറ്റൻസ് മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. സോ മൈ ക്ലോത്ത്സ് ആർ കംപ്ലീറ്റ്ലി വെറ്റ് എന്ന് പറഞ്ഞാൽ നനവ്. സോ കംപ്ലീറ്റ്ലി വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നനഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദിസ് റെയിൻ, ഈ മഴ കൊണ്ട്. ഇന്നലത്തെ കാറ്റത്ത് കുറേ മരം വീണിട്ടുണ്ട്. എങ്ങനെ പറയും? Many trees fell in yesterday's wind. Okay, many trees fell എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണിട്ടുണ്ട്, കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ V2 ചേർക്കുന്നത് കേട്ടോ. ഫോളിന്റെ V2 ഫെൽ എന്നാണ്. സോ മെനി ട്രീസ് ഫെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങൾ വീണിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇന്നലത്തെ മഴയിൽ
ഇൽ എന്ന് ആഡ് ചെയ്യാൻ ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം. സോ ഇൻ യെസ്റ്റർഡേയ്സ് വിൻഡ്, ഇന്നലത്തെ മഴയിൽ, ഇന്നലത്തെ കാറ്റിൽ. ഓക്കെ, വിൻഡ് എന്നാ പറയണേ. യെസ്റ്റർഡേയ്സ് റെയിൻ എന്നാണെങ്കിൽ ഇന്നലത്തെ മഴയിൽ, ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നലത്തെ കാറ്റിൽ എന്നാണ്. സോ യെസ്റ്റർഡേയ്സ് വിൻഡ്. ഓക്കെ, യെസ്റ്റർഡേയ്സ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ കാറ്റിൽ. ഓക്കെ, മഴ ചെറുതായിട്ട് തോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ പറയും? ദി റെയിൻ ഹാസ് സ്ലൈറ്റ്ലി സബ്സൈഡഡ്. ദി റെയിൻ ഹാസ് സ്ലൈറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ, സബ്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം? തോരുക, കുറഞ്ഞിട്ടുണ്ട്. മഴ തോരുക എന്നല്ലേ നമ്മൾ പറയുക, കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. സോ സ്ലൈറ്റ്ലി സബ്സൈഡഡ്. സബ്സൈഡഡ് എന്ന് യൂസ് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി കുറഞ്ഞു, കഴിഞ്ഞു പോയതാണ്, അതുകൊണ്ടാണ് അവിടെ വീറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ദി റെയിൻ ഹാസ് സ്ലൈറ്റ്ലി സബ്സൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ചെറുതായിട്ട് തോർന്നിട്ടുണ്ട് എന്നാണ്. നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുക. എങ്ങനെ പറയാം? ഇറ്റ്സ് റെയിനിങ്, മഴയുണ്ട്. ഇറ്റ്സ് വെരി കോൾഡ്, നല്ല തണുപ്പുണ്ട്. സോ എനിക്ക് എന്താ തോന്നണേ? മൂടി പൊതിച്ച് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങാനായിട്ട്. സോ ഇറ്റ്സ് ഫീൽ ലൈക്ക്. ഓക്കെ, നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫീൽ ലൈക്ക് എന്ന് പറയണം അല്ലേ. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ദർ, എനിക്ക് അവിടെ പോവാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് വാച്ചിങ് മൂവി, എനിക്ക് മൂവി കാണാൻ തോന്നുന്നു. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നലുകൾ പറയുന്നത് ഫീൽ ലൈക്ക് എന്നാണ്. സോ ഐ ഫീൽ ലൈക്ക് കേളിങ് അപ്പ് എന്ന് പറയുന്ന അർത്ഥം ചുരുണ്ടുകൂടി. കേൾ മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നതിന് നമ്മൾ കേൾ എന്നല്ലേ പറയാ. സോ കേളിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുണ്ടുകൂടി കിടക്കാൻ തോന്നുന്നു. എന്നിട്ട് എന്താ തോന്നുന്നേ? ഉറങ്ങാൻ. അപ്പോൾ ആൻഡ് സ്ലീപ്പിംഗ്. ഐ ഫീൽ ലൈക്ക് കേളിങ് അപ്പ് ആൻഡ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങാൻ തോന്നുകയാണ്. ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി കോൾഡ്, നല്ല തണുപ്പുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു കറണ്ട് പിന്നെയും പോയെന്നാ. ഐ തിങ്ക് പവർ ഈസ് ഔട്ട് അഗെയിൻ. ഐ തിങ്ക് പവർ ഈസ് ഔട്ട് അഗെയിൻ. ഓക്കെ, വീണ്ടും കറണ്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും പോരെ മഴയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാണാപ്പാഠം പഠിക്കരുത്. ഓരോ സെൻറ്റൻസുകളുടെ അർത്ഥം മനസ്സിലാക്കി അതെങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലാക്കി, ഞാൻ ലൈവ് എടുക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോ വാക്കുകളും വരുമ്പോൾ പറയാറുണ്ട്, ഇതെല്ലാം ഇങ്ങനെ തന്നെ പഠിക്കണം, ഒരു കാരണവശാലും കാണാപ്പാഠം പഠിക്കരുത് എന്ന് കേട്ടോ. സോ പുതിയതായിട്ട് വന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാടിക്കയറി സെൻറ്റൻസുകൾ മാത്രം പഠിക്കരുത്. ഗ്രാമറിൻ്റെ ബേസിക് അടിത്തറ ഭംഗിയായാലാണ് നമുക്ക് അവിടെ നിന്ന്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, അടിത്തറ ഭംഗിയായാലാണ് നമുക്ക് അവിടെ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുപോലെ തന്നെ ഗ്രാമറിൻ്റെയൊക്കെ ബേസ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനൽ കാണുക, അല്ലാത്തവർ നമ്മളുടെ ഇംഗ്ലീഷ് ബസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ എല്ലാ മാസവും 2 ബാച്ച് വെച്ചിട്ട് നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു. English Bus. Learning Simplified.